അധ്യായം 24. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിന്റെ മകനായ യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കുട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിനു മുമ്പിൽ വച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദാബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയില്ല. അവരെ നടും, പറിച്ചു കളയുകയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കലേക്ക് തിരിയും. എന്നാൽ യഹൂദാ രാജാവായ സിദക്കിയാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യെരുശലേമിലെ ശേഷിപ്പിനെയും മിസ്രായേൽ ദേശത്തെ പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നെയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും. ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തുനിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും.